ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലെ ലക്ഷ്മിപുരം എന്ന ഗ്രാമം. അവിടെയായിരുന്നു പോലീസ് കോൺസ്റ്റബിളായ രവിയുടെ വീട്. കാക്കിക്കുള്ളിലെ കാർക്കശ്യമൊന്നും ജീവിതത്തിലില്ലാത്ത, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പാവം മനുഷ്യനായിരുന്നു രവി. വീട്ടുകാർ ആലോചിച്ചുറപ്പിച്ച വിവാഹത്തിലൂടെ രുക്മിണി എന്ന പെൺകുട്ടി രവിയുടെ ജീവിതത്തിലേക്ക് കടന്നുവന്നപ്പോൾ അതൊരു പുതിയ വസന്തത്തിന്റെ തുടക്കമാകുമെന്ന് അയാൾ കരുതി. എന്നാൽ ആ ദാമ്പത്യത്തിന് പിന്നിൽ വലിയൊരു ചതി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു എന്ന് രവി അറിഞ്ഞിരുന്നില്ല. രുക്മിണിയുടെ മനസ്സ് നിറയെ കോളേജ് കാലത്തെ കാമുകനായ കാർത്തിക്കിനെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു. അന്ന് കാർത്തിക്കിന് ജോലിയോ വരുമാനമോ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് അവൾ രവിയെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചത്. എന്നാൽ വിധി വീണ്ടും അവരെ ഒന്നിപ്പിച്ചു. വിവാഹശേഷം കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ കാർത്തിക്കിന് നല്ലൊരു ജോലി ലഭിച്ചു. പഴയ പ്രണയം വീണ്ടും തളിർത്തു. രവി ഡ്യൂട്ടിക്ക് പോകുന്ന സമയങ്ങളിൽ പോലീസ് സ്റ്റേഷന് അടുത്തുള്ള അവരുടെ വാടക വീട്ടിൽ കാർത്തിക് പതിവായി സന്ദർശകനായി. ഭർത്താവില്ലാത്ത നേരങ്ങളിൽ കാമുകനുമായുള്ള രുക്മിണിയുടെ അടുപ്പം അതിരുകവിഞ്ഞു. ഒടുവിൽ രവി എന്ന തടസ്സം ഒഴിവാക്കി ഒരുമിച്ച് ജീവിക്കാൻ അവർ തീരുമാനിച്ചു. വിവാഹമോചനം നേടിയാൽ സമൂഹത്തിൽ ചീത്തപ്പേരുണ്ടാകുമെന്ന് ഭയന്ന രുക്മിണി ഭർത്താവിനെ വകവരുത്താൻ കാർത്തിക്കിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് കാർത്തിക് തന്റെ സുഹൃത്തായ ഒരു ഡോക്ടറെ സമീപിക്കുന്നത്. രക്തം ചിന്താതെ ആർക്കും സംശയം തോന്നാത്ത വിധം രവിയെ കൊല്ലാൻ അവർ ഒരു വഴിയാലോചിച്ചു. ഒടുവിൽ ആ ഡോക്ടർ അവർക്കൊരു ഉപായം പറഞ്ഞുകൊടുത്തു: വയാഗ്ര. രക്തസമ്മർദ്ദം കൂട്ടി ഹൃദയാഘാതം വരുത്തി സ്വാഭാവിക മരണമാണെന്ന് വരുത്തിത്തീർക്കുക എന്നതായിരുന്നു അവരുടെ പദ്ധതി. അങ്ങനെ രുക്മിണി ആ ക്രൂരകൃത്യത്തിന് തുടക്കമിട്ടു. സ്നേഹം നടിച്ച് ലൈംഗികശേഷി വർദ്ധിപ്പിക്കാനെന്ന വ്യാജേന അവൾ രവിക്ക് ദിവസവും 1-2 വയാഗ്ര ഗുളികകൾ നൽകാൻ തുടങ്ങി. തന്റെ ഭാര്യയ്ക്ക് തന്നോടുള്ള സ്നേഹവും ആഗ്രഹവും കൊണ്ടാണെന്ന് കരുതി പാവം രവി മറുത്തൊന്നും പറയാതെ അതെല്ലാം വിശ്വസിച്ച് കഴിച്ചു. ഉള്ളിൽ ചെല്ലുന്നത് സ്വന്തം മരണമാണെന്ന് അയാൾ അറിഞ്ഞില്ല. ദിവസങ്ങൾ കടന്നുപോയി. ചെറിയ ഡോസുകൾ നൽകിയിട്ടും രവി മരിക്കാത്തത് കാർത്തിക്കിനെയും രുക്മിണിയെയും അസ്വസ്ഥരാക്കി. ഒടുവിൽ കാർത്തിക് ആ കടുങ്കൈ ചെയ്യാൻ രുക്മിണിയോട് ആവശ്യപ്പെട്ടു. ഇന്ന് രാത്രിയോടെ എല്ലാം തീർക്കണം. അന്ന് രാത്രി രുക്മിണി ഭർത്താവിനായി സ്പെഷ്യൽ അത്താഴം ഒരുക്കി. രവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയിൽ അവൾ കലക്കിയത് 20ഓളം വയാഗ്ര ഗുളികകളായിരുന്നു. ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വന്ന രവി ഭാര്യ സ്നേഹത്തോടെ വിളമ്പിയ ആ ഭക്ഷണം മുഴുവൻ കഴിച്ചു. രാത്രി വൈകിയതോടെ ഗുളികകൾ പ്രവർത്തിച്ചു തുടങ്ങി. ഉറക്കത്തിൽ അതികഠിനമായ നെഞ്ചുവേദന അനുഭവപ്പെട്ട് രവി പിടഞ്ഞു. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപേ എല്ലാം അവസാനിച്ചിരുന്നു. രവിയുടെ മരണം ഹൃദയാഘാതമാണെന്ന് വരുത്തിത്തീർക്കാൻ രുക്മിണി പൊട്ടിക്കരഞ്ഞു. പക്ഷേ വിധി രുക്മിണിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. രവിയുടെ പെട്ടെന്നുള്ള മരണത്തിൽ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും സംശയം തോന്നി. ആരോഗ്യമുള്ള ഒരു യുവാവ് പെട്ടെന്ന് ഹൃദയാഘാതം വന്ന് മരിച്ചത് അവർക്ക് വിശ്വസിക്കാനായില്ല. രവി ജോലി ചെയ്തിരുന്ന അതേ സ്റ്റേഷനിലെ പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു. അയൽവാസികൾ നൽകിയ മൊഴികളിൽ രവിയില്ലാത്ത സമയത്ത് ഒരു യുവാവ് കാർത്തിക് ആ വീട്ടിൽ വരാറുണ്ടായിരുന്നു എന്ന വിവരം പോലീസിന് ലഭിച്ചു. ഒടുവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. രവിയുടെ ശരീരത്തിൽ അമിതമായ അളവിൽ വയാഗ്രയുടെ അംശം കണ്ടെത്തി. പോലീസ് രുക്മിണിയെ വിശദമായി ചോദ്യം ചെയ്തതോടെ അവൾ പിടിച്ചുനിൽക്കാനാവാതെ കുറ്റം സമ്മതിച്ചു. കാമുകനായ കാർത്തിക്കിനും ഗുളികകൾ നൽകിയ ഡോക്ടർക്കും ഒപ്പം രുക്മിണിയും അഴികൾക്കുള്ളിലായി.